ഹായ് സ്റ്റുഡൻസ്, മാട്രിക്സിൻ്റെ 8ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണെന്നും എലിമെൻ്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാം എന്നുമാണ് ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു സ്ക്വയർ മാട്രിക്സ് ക്യാപിറ്റൽ എ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇനി മറ്റൊരു സ്ക്വയർ മാട്രിക്സ് ഓഫ് സെയിം ഓർഡർ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടുകയാണെങ്കിൽ we can say that A is invertible and B is known as the inverse of A. അതായത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഈ ബി എന്ന മാട്രിക്സ് ആണ് അവിടെ എ ഇൻവേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇത് എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കാം. ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ ഇവിടെ ഒന്ന് കാണിക്കാം. ആദ്യം ഇതാണ്. യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻസ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി മാട്രിക്സ് ക്യാപിറ്റൽ എ ഈക്വൽ ടു 1 2 2 5. ഈ മാട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ്. ആദ്യം എ ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതും. ഇനി എ എന്താണ്? ഇവിടെ മാട്രിക്സ് ഉണ്ട് 1 2 2 5 ആണ്. ഇനി ഐ എന്ന മാട്രിക്സ് എന്താ? 1 0 0 1 ഇൻറ്റു എ. ഇതാണ് മാട്രിക്സ്. ഇനി ഇവിടെ നമ്മൾ എലിമെന്ററി ഓപ്പറേഷൻസ് നടത്തി ഇവിടെ യൂണിറ്റ് മാട്രിക്സ് എത്തിക്കണം. ആ സമയത്ത് ഇവിടെ എന്താണ് വരുന്ന മാട്രിക്സ്? അതാണ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ 1 2 ചിലപ്പോൾ 3 സ്റ്റെപ്പുകൾ എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഇതിനൊരു യൂണിറ്റ് മാട്രിക്സ് ആക്കുക. ആ സെയിം ഓപ്പറേഷൻസ് ഇവിടെയും അതേ സമയത്ത് നടത്തണം. അപ്പോൾ ഇവിടെ എപ്പോഴാണ് യൂണിറ്റ് മാട്രിക്സ് വരുന്നത്? ആ സമയത്ത് ഇവിടെ വരുന്ന മാട്രിക്സ് എന്താണോ അതാണ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് യൂണിറ്റ് മാട്രിക്സ് ആവണമെങ്കിൽ ഇവിടെ വരുന്നത് 1 ആയിരിക്കണം, അല്ലേ? ഇവിടെ 1 തന്നെയാണ് വന്നേക്കുന്നത്. ഈ 1ന്റെ താഴെ എലിമെന്റ്സ് 0 വരണം. അപ്പൊ ഇത് 0 വരണമെങ്കിൽ ഫസ്റ്റ് റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ മൈനസ് ചെയ്താൽ മതി. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതായത് അപ്ലൈ R2 ചേഞ്ച്ഡ് ബൈ R2 മൈനസ് 2R1. അപ്പൊ ഇതിലെ R1 എന്നുള്ള റോയിനെ മാറ്റില്ല, അത് അതുപോലെ തന്നെ എഴുതി. ഇനി നോക്കൂ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇത് 0 ആണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4, ഇത് മൈനസ് ചെയ്യുമ്പോൾ 1. ഇനി അതേ ഓപ്പറേഷൻ ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുന്നു. അപ്പൊ -2, ഇവിടെ 1 ഉണ്ടോ? അപ്പോ ഈ ഓപ്പറേഷൻ രണ്ട് ഭാഗത്തും കണ്ടക്ട് ചെയ്തു. പക്ഷെ ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആയിട്ടില്ല. ഇവിടെ ഈ യൂണിറ്റ് മാട്രിക്സ് ആവണമെങ്കിൽ ഈ 2 സ്ഥാനത്ത് 0 വന്നാൽ മതി, അല്ലേ? അത് 0 വരണമെങ്കിൽ സെക്കൻഡ് റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്താൽ മതി, അല്ലേ? അപ്പൊ ഇവിടെ അപ്ലൈ R1 ചേഞ്ച്ഡ് ബൈ R1 മൈനസ് 2R2. R1 ചേഞ്ച്ഡ് ബൈ R1 മൈനസ് 2R2. അപ്പൊ ഇതിലെ R2ന് മാറ്റമില്ല കേട്ടോ. അപ്പൊ R2 ഞാൻ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇനി എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുന്ന് മൈനസ് ചെയ്യണം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെയാണ്. ഇവിടെ 1. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പൊ ഇവിടെ യൂണിറ്റ് മാട്രിക്സ് കിട്ടി കഴിഞ്ഞു ഈ ഓപ്പറേഷനിൽ. ഇനി ഇതേ ഓപ്പറേഷൻ ഇപ്പുറത്തും കണ്ടക്ട് ചെയ്യാം. ഇവിടെ -2 1 ആ സെക്കൻഡ് റോയിന് മാറ്റില്ല. ഇനി എന്ത് ചെയ്യണോ? ഈ സെക്കൻഡ് റോയിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4, ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 5 ആണ്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, മൈനസ് ചെയ്യുമ്പോൾ -2 കിട്ടുന്നു ഇൻറ്റു എ. അപ്പൊ നോക്കൂ, ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആയി. ഇവിടെ ഈ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇവിടെ ഒരു പുതിയ മാട്രിക്സ് കിട്ടി. ഈ മാട്രിക്സും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് മാട്രിക്സ് കിട്ടുമെന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആണ് ഈ മാട്രിക്സ് ഉണ്ടോ? അപ്പൊ നമുക്ക് എടുത്ത് എഴുതാം. therefore A inverse is equal to what? 5 minus 2 minus 2 1 ഉണ്ടോ? ഇങ്ങനെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ കേസിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വന്നുള്ളൂ. ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് എത്താൻ പറ്റുക. പക്ഷെ പരീക്ഷയ്ക്ക് കൂടുതലും സെക്കൻഡ് ഓർഡറിന്റെ വരാൻ സാധ്യത കൂടുതലുണ്ട്. തേർഡ് ഓർഡറൊക്കെ ആകുമ്പോൾ കുറേ കൂടി വർക്ക് കൂടുതലുള്ളതാണ്. കാരണം വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ പോലും നമ്മൾ ആഡ് ചെയ്യുന്നതും മൈനസ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് പിന്നെയും വരുന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ.
അവിടെയും എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു മാട്രിക്സ് തന്നിട്ടാണ്. ദാറ്റ് ഈസ് A equal to 1 to 2 minus 1. ഈ മാട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 1 to മുകളിലെ പിന്നെ 2 minus 1 ഇതിന്റെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം A equal to I into A എന്ന് എഴുതണം. A എന്താണ്? 1 to 2 minus 1. I എന്താണ്? 1001 into A ഉണ്ടോ? ഇനി by using elementary operations we have to convert this matrix into unit matrix. At the same time ഇവിടെ എന്താണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആകണമെങ്കിൽ ഇവിടെ 1 ആണ് വരേണ്ടത്. ഇവിടെ 1 ഉണ്ട്. അപ്പൊ ആ കാര്യം ക്ലിയർ ആയി. ഇനി 1ന്റെ താഴെയുള്ള ഈ എലിമെന്റ് 0 വരണം. അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത് apply R2 changed by R2 minus 2 times R1. R2 changed by R2 minus 2 R1. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിന് മാറ്റില്ല കേട്ടോ. ഫസ്റ്റ് റോ അതേപോലെ തന്നെ എഴുതുന്നു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടേക്ക് മൈനസ് ചെയ്യുമ്പോൾ 0. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ 4. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -5. ഇതേ കാര്യം ഇപ്പുറത്തും ചെയ്യുന്നു. 1 0ക്ക് മാറ്റില്ല. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാണ് -2. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 തന്നെ. ഇവിടെ 1 into A ഉണ്ടോ? ഇപ്പോ നമുക്ക് ഒരു ഓപ്പറേഷൻ നടത്തി ഈ രീതിയിൽ വന്നു. പക്ഷെ ഇപ്പോഴും നമുക്കിവിടെ യൂണിറ്റ് മാട്രിക്സിലേക്ക് വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഈ പൊസിഷനിൽ വരേണ്ടത് 1 ആണ് അല്ലേ? ഇവിടെ 1 വരണമെങ്കിൽ ത്രൂ ഔട്ട് ഒരു -5 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ മതി. അതായത് ഇവിടെ apply R2 changed by R2 by -5. R2 changed by R2 by -5. അപ്പൊ ഇവിടെ എന്ത് വരുന്നു നോക്കി? 1 2 ഇതിന് മാറ്റില്ല. ഇതിന്റെ ത്രൂ ഔട്ട് -5 കൊണ്ട് ഡിവിഷൻ നടത്തുന്നു. ഇവിടെ 0 തന്നെ. ഇവിടെ 1 വരും അല്ലേ? ഇവിടെ നോക്കി. ഇവിടെ 1 0 അതിന് മാറ്റില്ല. ഇവിടെ -5 കൊണ്ട് ഡിവിഷൻ നടത്തുന്നത്. അപ്പൊ ഇവിടെ 2/5 ആയി. ഇവിടെ -1/5 ആയി. കാരണം -5 കൊണ്ടാണ് നമ്മൾ ഡിവിഷൻ നടത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ മാറ്റം വരും into A. ഇനി നോക്കൂ, ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആണെങ്കിൽ ഇനി ഇത് 0 വരേണ്ടതുണ്ട്. അപ്പൊ ഇത് 0 വരാൻ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നോക്കിയോളൂ, apply R1 changed by R1 minus 2 R2. R1 changed by R1 minus 2 R2. അപ്പൊ ഇവിടെ എന്താ നോക്കിയോളൂ, സെക്കൻഡ് റോയിന് മാറ്റില്ല. 0 1. ഇനി ഫസ്റ്റ് റോയിന് എന്താവണം? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 1 ഇവിടെ 0 തന്നെ വരും. ഇനി ഇപ്പുറത്തെ ആ കാര്യം നോക്കുക. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? 2 കൊണ്ട് ഇവിടെ ഈ സെക്കൻഡ് റോയിന് മാറ്റില്ല. അത് അതുപോലെ തന്നെ എഴുതാം. 2/5 minus 1/5. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/5. ആ 4/5 എന്നുള്ളത് 1ൽ നിന്ന് മൈനസ് ചെയ്യണം. 1 minus 4/5 അത് 1/5 ആണ് വരിക. 1 minus 4/5. അതുപോലെ തന്നെ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/5 അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോ 2/5 കിട്ടുന്നു into A ഉണ്ടോ? അപ്പൊ എന്താണ് ഉണ്ടായത്? A എന്ന മാട്രിക്സിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് മാട്രിക്സ് കിട്ടും എന്നാണ് അപ്പോ അതിൽ നിന്ന് കിട്ടുക അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെ ഇൻവേഴ്സ് എഴുതാലോ. Therefore A inverse equal to 1/5 2/5 2/5 minus 1/5. ഇതാണ് നമ്മളുടെ A ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് പ്രോബ്ലത്തില്, ഈ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the inverse of the matrix capital A equal to 2 1 പിന്നെ 7 4. ഇതാണ് ഉദ്ദേശിക്കുന്നത്. 2 1 7 4. ഇതിന്റെ ഇൻവേഴ്സ് കാൽക്കുലേഷൻ നടത്തണം. അപ്പൊ ഇത് ഇൻവേഴ്സ് കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആ A equal to I into A എന്ന് എഴുതുന്നു. ഇവിടെ എന്താണത്? 2174 equal to ഇവിടെ 1001 into A. ഇനി by using elementary operations we have to convert this matrix into unit matrix. അതേ ഓപ്പറേഷൻ ഇവിടെയും കണ്ടക്ട് ചെയ്യണം. ഇവിടെ നോക്കൂ, ആദ്യം വരേണ്ടത് ഇവിടെ 1 ആണ് വരേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ 1 വന്നിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 1 ആക്കണം അല്ലേ? ഇവിടെ 1 ആക്കാൻ നമ്മളിപ്പോ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം.
ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നത്, ഇവിടെ നമ്മൾ ഒരു 4 കൊണ്ട് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചത്. 4 കൊണ്ട് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചത്. അപ്പൊ എന്താ വരും നോക്കി, R1 ചേഞ്ച്ഡ് ബൈ 4R1. R1 ചേഞ്ച്ഡ് ബൈ 4R1. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്നത് എന്താണെന്ന് നോക്കി. അപ്പൊ ഇവിടെ 8 4 പിന്നെ 7 4 ഇതാണ് വരുന്നത്. 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 0 0 1 8 ഉണ്ടോ? കഴിയുന്നത് ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നടത്തിയെന്നുള്ളൂ. ഇനി നോക്കൂ, ഇവിടെ 1 വരുത്തണമെങ്കിൽ ഈ റോ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ നോക്കിയോളൂ, R1 ചേഞ്ച്ഡ് ബൈ R1 മൈനസ് R2. R1 ചേഞ്ച്ഡ് ബൈ R1 മൈനസ് R2. അപ്പൊ ഇവിടെ സെക്കൻഡ് റോയിന് മാറ്റില്ല. 7 4 അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ 8 മൈനസ് 7 1 ആണ്. 4 മൈനസ് 4 0. ഇനി ഇവിടെയും അതേ ഓപ്പറേഷൻ ചെയ്യാണ്. 0 1 ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഇവിടെ 4 ഇവിടെ മൈനസ് 1 ഇൻറ്റു 8. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു സ്റ്റെപ്പ് എത്തി. ഇനി എന്ത് വേണമെന്ന് വെച്ചാല് ഇവിടെ 0 ആക്കണം അല്ലേ? അപ്പൊ ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടേക്ക് മൈനസ് ചെയ്താൽ മതി. നോക്കാം, ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് മൈനസ് ചെയ്യാണ് കേട്ടോ. അതായത് R2 ചേഞ്ച്ഡ് ബൈ R2 മൈനസ് 7 R1. R2 ചേഞ്ച്ഡ് ബൈ R2 മൈനസ് 7 R1. അപ്പൊ ഇവിടെ R1 മാറ്റല്ല കേട്ടോ. 1 0. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടേക്ക് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ്. അപ്പൊ ഇവിടെ 4. ഓക്കെ, ഇവിടെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. നമുക്ക് ഇവിടെ ആദ്യത്തെ റോയിന് മാറ്റമില്ല. 4 മൈനസ് 1. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. മൈനസ് 28. അതുപോലെ തന്നെ ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 7 ഈ R2 ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 8 ഉണ്ടോ ഇൻറ്റു 8. ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമുക്ക് ലെഫ്റ്റ് സൈഡിലെ യൂണിറ്റ് മാട്രിക്സ് ആയിട്ടില്ല. ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആവണമെങ്കിൽ ഇവിടെ ഒരു 4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവിഷൻ നടത്തിയാൽ മതി അല്ലേ? അപ്പൊ നോക്കിയോളൂ, R2 ചേഞ്ച്ഡ് ബൈ R2 ബൈ 4. അപ്പോൾ ഇവിടെ നോക്കി 1 0. ഇവിടെ ഡിവിഷൻ നടത്തുമ്പോൾ 0 ഇവിടെ 1. ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആയി കഴിഞ്ഞു. ഇവിടെ നോക്കി 4 മൈനസ് 1. ഇവിടെ 4 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ മൈനസ് 7. ഇവിടെ 4 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ 2 ആണ് ഉണ്ടോ? അപ്പൊ എന്താ വന്നതെന്ന് നോക്കി, നമുക്ക് ഈ മാട്രിക്സ് 4 മൈനസ് 1 പിന്നെ മൈനസ് 7 2 എന്ന മാട്രിക്സ് ആണ് കിട്ടിയത്. A ഇൻവേഴ്സ് ആയിട്ട് കിട്ടിയ മാട്രിക്സ് അതാണ്. That is A inverse equal to 4 minus 1 minus 7 2 ഉണ്ടോ? ഇങ്ങനെ എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ ഞാൻ റോ ഓപ്പറേഷൻസ് ആണ് ഉപയോഗിച്ചത് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓപ്പറേഷൻ ഉപയോഗിച്ചാൽ മതി, പക്ഷേ മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. അതായത് റോ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നതിന്റെ ഇടയ്ക്ക് കോളം ഓപ്പറേഷൻ ഉപയോഗിക്കേണ്ട. ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പഠിച്ച് ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കി ഒരു തേർഡ് ഓർഡർ ആണ് കേട്ടോ. കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മാട്രിക്സ് ഇതാണ്. A ഈക്വൽ ടു 2 0 മൈനസ് 1 5 1 0. അതുപോലെ തന്നെ 0 1 3. ഇതാണ് നമ്മളുടെ മാട്രിക്സ്. 2 0 മൈനസ് 1 5 1 0 0 1 3. ഈ മാട്രിക്സിന്റെ ഇൻവേഴ്സ് ബൈ യൂസിങ് എലിമെന്ററി ഓപ്പറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, A ഈക്വൽ ടു I ഇൻറ്റു A എന്ന് എഴുതണം. ഇവിടെ I എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, മാട്രിക്സ് 2 0 മൈനസ് 1 5 1 0 0 1 3 ഇതാണ് മാട്രിക്സ്. ഇവിടെ വരുന്ന യൂണിറ്റ് മാട്രിക്സ് 1 0 0 0 1 0 0 0 1 ഇൻറ്റു A ഇതാണ് വരുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എലിമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ യൂണിറ്റ് മാട്രിക്സ് ആക്കണം. പക്ഷെ ഇതിനെ യൂണിറ്റ് മാട്രിക്സ് ആക്കാൻ കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെ തേർഡ് ഓർഡർ ആണ്. അപ്പൊ അതേ ഓപ്പറേഷൻസ് ഇപ്പുറത്തും നടത്തിയിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാല്, ഇവിടെ നോക്കൂ, ഇവിടെ 2 0 മൈനസ് 1 അങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ ഈ ഫസ്റ്റ് റോയിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 6 വരും അല്ലേ?
അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 ആക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു മാർഗം എന്താ വെച്ചാൽ 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവിഷൻ നടത്തുകയാണ്. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് R1നെ ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. R1നെ ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട്. അപ്പൊ എന്താ വരുന്നത് നോക്കിയോളൂ കേട്ടോ. ഇവിടെ 6, ഇവിടെ 0, ഇവിടെ -3, 5 1 0 0 1 3. ഇതാണ് R1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ 3 0 0 0 1 0 0 0 1 into 8 ഉണ്ടാവും. ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ 1 വരുത്തണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് റോ ഫസ്റ്റ് റോയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. R1 ചേഞ്ച്ഡ് ബൈ R1 മൈനസ് R2. അപ്പൊ എന്താ വരുന്നത് നോക്കിയേ. ഇവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 1, ഇവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ -1, ഇവിടെ -3, ഇവിടെ 5 1 0 0 1 3 ഉണ്ടോ. അതേപോലെ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 3, ഇവിടെ -1 0 0 1 0 0 0 1 into 8. ഓക്കെ, ഇനി യൂണിറ്റ് മാട്രിക്സ് ആവണമെങ്കിൽ ഈ 1ന്റെ താഴെ കംപ്ലീറ്റ് 0 വരണം. അതിൽ ഇത് 0 ഉണ്ട്, ഈ 5 0 വരണം. അപ്പൊ എന്ത് ചെയ്യണം, 5 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് സെക്കൻഡ് റോ ചേഞ്ച് ചെയ്യുന്നു. R2 ചേഞ്ച്ഡ് ബൈ R2 മൈനസ് 5 ടൈംസ് R1. R2 ചേഞ്ച്ഡ് ബൈ 5 ടൈംസ് R1. അപ്പൊ ഇവിടെ R2-നാണ് മാറ്റം, R1-നും R3-ക്കും മാറ്റമില്ല കേട്ടോ. ഞാനിപ്പോ ഇവിടെ എഴുതുമ്പോ 1 -1 -3, ഇത് ഫസ്റ്റ് റോ മാറ്റമില്ല, ഇതിന് മാറ്റമുണ്ട്. അപ്പൊ ഇത് 0 ആയിട്ട് വരും. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5, അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം, അപ്പോൾ അത് 6 ആയി. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15, അതിവിടെ ചെയ്യുമ്പോൾ 15 ആയി കേട്ടോ. ഇനി ഇവിടെ മാറ്റമില്ല, 0 1 3. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഈ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതേപോലെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കാം. റൈറ്റ് സൈഡിലെ എന്താ ചെയ്യണത്, R2 ആണ് ചേഞ്ച് ചെയ്യണത്. അപ്പോ ഫസ്റ്റ് റോയിന് മാറ്റമില്ല. ഫസ്റ്റ് റോ എന്താ 3 -1 0. പിന്നെ ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ മൈനസ് ചെയ്യാണ്. അപ്പൊ 15, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -15. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5, ഇവിടേക്ക് സബ്ട്രാക്ഷൻ നടത്തുമ്പോൾ 6 ആണ്. ഇവിടെ 0 തന്നെ വരുന്നു. ഇനി ലാസ്റ്റ് റോയിന് മാറ്റില്ല, 0 0 1 into 8 ഉണ്ടോ. ഇതാണ് അടുത്ത ഓപ്പറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന കാര്യം. ഇനി നോക്കൂ, ഇപ്പോ ഫസ്റ്റ് കോളത്തിലെ 1ന് താഴെ 0 വന്നു. ഇനി എന്ത് വേണം വെച്ചാല് ഇവിടെ 1 വരണം അല്ലെ. ഇവിടെ 1 വരണം. ഇവിടെ 1 വരണമെങ്കിൽ ത്രൂ ഔട്ട് 6 കൊണ്ട് ഡിവിഷൻ നടത്താം. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, ഈ 2 റോയും ഇന്റർചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യം ചെയ്യണമെന്ന് മാത്രം കേട്ടോ. മറ്റേതാവുമ്പോൾ ഫ്രാക്ഷൻസ് വരും, അപ്പൊ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഇതാണ്. R2 ഈസ് ചേഞ്ച്ഡ് ബൈ R3. R2-ഉം R3-യും പരസ്പരം ചേഞ്ച് ചെയ്യാം. അപ്പൊ നോക്കിയോളൂ, ഇവിടെ 1 -1 -3, അതിന് മാറ്റില്ല. ഇവിടെ 0 1 3, പിന്നെന്താണ് 0 6 15, അത്രയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതേപോലെ ഇവിടെ ഫസ്റ്റ് റോയിന് മാറ്റില്ല, 3 -1 0, ഇവിടെ 0 0 1, ഇവിടെ -15 6 0 into 8. ഇതാണ് വന്നത്. ഇപ്പോ നോക്കൂ, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റ് 1 ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റ് 1 ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ 1ന്റെ ഇപ്പുറവും നമുക്ക് എന്ത് വേണം, 0 വരണം. ഇത് 0 ആക്കാൻ ഇത് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ. ഈ R2 പ്രത്യേകം ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇത് 0 ആക്കണമെങ്കിൽ ഇതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിലൂടെ മൈനസ് ചെയ്യണം. അപ്പൊ 2 ഓപ്പറേഷൻ ഞാൻ ഒരുമിച്ചാ ചെയ്യണം കേട്ടോ. ആദ്യം R1 ചേഞ്ച്ഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ തന്നെ R3 ചേഞ്ച്ഡ് ബൈ R3 മൈനസ് 6 R2 കേട്ടോ. അപ്പൊ ഇവിടെ എന്താ വരുന്നത് നോക്കിക്കോളൂ. ഇവിടെ ചേഞ്ച് ഇല്ലാത്ത റോ ഏതാണ്, R2 ആണ് ചേഞ്ച് ഇല്ലാത്തത് കേട്ടോ. R1-ഉം R3-ക്കും ചേഞ്ച് വരും, R2 ചേഞ്ച് ഇല്ല, 0 1 3. ആദ്യം എന്ത് ചെയ്യണത്, ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 1 തന്നെ, ഇത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 0, ഇത് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 ഉണ്ടോ. അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 0 തന്നെ. ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ 6 -6 ഇവിടെ 0 ആയി. ഇവിടെ 18 ആണ്, അത് ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -3 എന്ന് വരുന്നു.
ഇനി അതേ കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നു. ഇവിടെ സെക്കൻഡ് റോയിന് മാറ്റില്ല, 0 0 1 ആണ്. ഇനി എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങോട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 3, ഇവിടെ -1 1 ആണ്. ഇനി ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ -15 തന്നെയുള്ളൂ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 6 ആണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, ഇവിടേക്ക് ആഡ് ചെയ്യുമ്പോൾ 6. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ രീതിയിൽ എത്തുന്നു കേട്ടോ. ഇപ്പോഴും കാര്യമായിട്ടില്ല, കാരണം ഇവിടെ ഇനി ഇവിടെ 1 വരണം, മാത്രമല്ല ഇത് 0 വരികയും ചെയ്യണം. അപ്പൊ ഇവിടെ 1 വരുത്താൻ ത്രൂ ഔട്ട് ഒരു -3 കൊണ്ട് ഡിവിഷൻ നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടെ ചെയ്യാൻ പോകുന്നത് R3 ചേഞ്ച്ഡ് ബൈ R3 ബൈ -3, R3 ചേഞ്ച്ഡ് ബൈ R3 ബൈ -3 ആണ്. അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. ഇത് കുറച്ച് സ്റ്റെപ്സ് കൂടുതൽ വരുന്നുണ്ട്, കാരണം തേർഡ് ഓർഡർ ആയതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് നോക്കാം. 1 0 0 0 1 3. ഇവിടെ ത്രൂ ഔട്ട് ഡിവിഷൻ നടത്തുമ്പോൾ 0 0 1 -3 കൊണ്ടാണ് ഡിവിഷൻ നടത്തിയത് കേട്ടോ. അതേപോലെ ഇവിടെ നോക്കൂ, 3 -1 1 0 0 1. ഇവിടെ -3 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ ഇവിടെ 5 ആണ്. ഇവിടെ -3 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ -2. ഇവിടെ -3 കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ -2 into 8. അപ്പൊ അങ്ങനെ നമുക്ക് മാട്രിക്സ് ലഭിക്കുന്നു. ഇപ്പോഴും നമുക്ക് യൂണിറ്റ് മാട്രിക്സ് ആയിട്ടില്ല, പക്ഷെ ഇനി ഒരു കാര്യം കൂടി ചെയ്താൽ യൂണിറ്റ് മാട്രിക്സ് ആവും. ഇവിടെ 0 എന്നാണ്. അപ്പൊ ഇവിടെ 0 വരണമെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് റോയിൽ നിന്ന് മാറ്റിയാൽ മതി. R2 ചേഞ്ച്ഡ് ബൈ R2 -3R3, 3R3 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് വരുന്നത് നോക്കിയുള്ളൂ. ഇവിടെ R1നും R3ക്കും മാറ്റമില്ല. 1 0 0 പിന്നെ 0 0 1. ഇതിന്റെ ഇടയ്ക്കാണ് മാറ്റം. എന്താണ് മാറ്റം? ഇവിടെ R2ൽ നിന്നും ഇതിന്റെ 3 ടൈംസ് മൈനസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 0, ഇത് 1, ഇവിടെ 3 ടൈംസ് മൈനസ് ചെയ്യുന്നത് 0. അപ്പൊ ഇവിടെ യൂണിറ്റ് മാട്രിക്സ് ആയി. ഇനി അതേ കാര്യം ഇവിടെയും നമുക്ക് ചെയ്യണം. ഇവിടെ R1നും R3ക്കും മാറ്റില്ല. 3 -1 1 5 -2 -2. ഇവിടെ എന്താ ചെയ്തത് നോക്കി, 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്ന് മൈനസ് ചെയ്യാണ് ചെയ്തത് അല്ലേ. അപ്പോ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15, അത് ഇതിന്ന് മൈനസ് ചെയ്യുന്നു -15. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ -6, അത് ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ 6 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6, അത് ഇവിടുന്ന് സബ്ട്രാക്ഷൻ നടത്തുമ്പോൾ 7 ആണ് into 8. ഇപ്പൊ നോക്കൂ, നമ്മുടെ ആ മാട്രിക്സിന്റെ പ്രൊസീജിയറിൽ ഇവിടെ യൂണിറ്റ് മാട്രിക്സ് വന്നു. അപ്പോൾ ഈ മാട്രിക്സും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് മാട്രിക്സ് കിട്ടും എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്ക് എത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മാട്രിക്സ് അതിന്റെ ഇൻവേഴ്സ് നമുക്ക് എടുത്തെഴുതാനായിട്ട് സാധിക്കും. Therefore, A inverse equal to 3 -1 1 -15 6 7 5 -2 -2. ഇത് ആണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത്തരം മാട്രിക്സുകളുടെ ഇൻവേഴ്സസ് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ഓർഡർ ആണ് കൂടുതലും സാധ്യത. കാരണം തേർഡ് ഓർഡർ ഒക്കെ ആകുമ്പോൾ കുറെ സമയമെടുക്കും. നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റ് വരാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത് എലിമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇതിലത്തെ മറ്റ് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് ചെയ്യാണ്. അതുകൂടി ഒന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെക്ഷനിലേക്ക് സെക്ഷൻ അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എലിമെന്ററി ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലെ സെക്കൻഡ് ഓർഡർ ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. അതാണ് കൂടുതൽ സാധ്യതയുള്ളത്. തേർഡ് ഓർഡർ കുറച്ച് ശ്രദ്ധിച്ചാലാണ് ചെയ്ത് മുഴുവനാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോളൂ. ഇതായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈ ചാപ്റ്ററിലത്തെ മറ്റ് ഒരു റിവിഷൻ സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഒന്ന് നോക്കിയോളൂ. ആദ്യം ഇഫ് A equal to എന്നിട്ട് എങ്ങനെ എഴുതാം? cos theta sin theta, അതുപോലെ തന്നെ മൈനസ് sin theta cos theta. A എന്ന മാട്രിക്സ് തന്നിട്ടുണ്ട്. Then prove that A square equal to cos 2 theta sin 2 theta minus sin 2 theta cos 2 theta. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. cos 2 theta sin 2 theta minus sin 2 theta cos 2 theta. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ.
എ എന്ന മാട്രിക്സ് രണ്ട് പ്രാവശ്യം എഴുതി ഒന്ന് പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. എ സ്ക്വയർ ഈക്വൽ ടു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു വീണ്ടും ഇതേ മാട്രിക്സ് തന്നെ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അവിടുത്തെ കാര്യമായി. ഇനി കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ. ഇനി സെക്കൻഡ് റോ വെച്ച് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ വീണ്ടും മൈനസ് തന്നെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇനി മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പിന്നെ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇത്രയാണ് വരുന്നത്. ഇനി ഇത് നോക്കൂ, ഇത് കോസ് 2 തീറ്റയുടെ ഫോർമുലയാണ്. കോസ് 2 തീറ്റ. ഇത് നോക്കിയേ 2 ടൈംസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും അല്ലേ. ഇതോ മൈനസ് 2 ടൈംസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെയോ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ തന്നെ, അത് കോസ് 2 തീറ്റയാണ് വരുന്നത്. പക്ഷെ ഇത് നോക്കിയേ, ഇത് സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. ഇതും അതേപോലെ ഒരു മൈനസ് ഉണ്ടെന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ അതുപോലെ തന്നെ മൈനസ് സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ ഇങ്ങനെ എഴുതാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ പ്രൂഫായി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനും ട്രിഗണോമെട്രിയിലത്തെ ചില കാര്യങ്ങളും ആണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞേക്കുന്നതാണ്, if a equal to cos alpha minus sin alpha cos alpha a എന്ന മാട്രിക്സ് തന്നേക്കാണ്. then for what value of alpha is capital A and identity matrix, an identity matrix. അതായത് ഈ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, അതിലെ ആൽഫയ്ക്ക് ഏത് വാല്യൂ കൊടുത്താൽ എ എന്നത് ഒരു ഐഡന്റിറ്റി മാട്രിക്സ് ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഐഡന്റിറ്റി മാട്രിക്സ് വരണമെങ്കിൽ ഇവിടെ എന്താ വരേണ്ടത്? 1 വരണം. ഇവിടെ എന്താ വരേണ്ടത്? 0 വരണം. ഇവിടെ എന്താ വരേണ്ടത്? 0 വരണം. ഇവിടെ 1 വരണം. അപ്പോൾ ഏത് വാല്യൂവിനാണ് ഇത് ശരിയാവുക എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 0 തൊട്ട് 2π വരെയുള്ള വാല്യൂ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ 1 വരണമെങ്കിൽ ഇവിടെ ആൽഫയ്ക്ക് 0 കൊടുത്തു നോക്കി. ആൽഫയ്ക്ക് 0 കൊടുത്താൽ കോസ് ആൽഫ കോസ് 0 1 ആണ്, സൈൻ ആൽഫ 0 ആണ് അല്ലെ. ആൽഫ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ക്ലിയർ ആണ്. മാത്രമല്ല ആൽഫയ്ക്ക് നമ്മൾ 2π കൊടുത്താലും ഈ കാര്യം ക്ലിയർ ആവും. അപ്പൊ ഇവിടെ നോക്കൂ, ആൽഫ എന്ന് പറയുന്ന വാല്യൂ 0 എന്ന വാല്യൂവിനെ ഇത് ഐഡന്റിറ്റി മാട്രിക്സ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ 2π എന്ന വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം, അതിനും നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ആൽഫ ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ കിട്ടിയോണ്ട് പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് നിർത്താവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. if a equal to എന്നൊരു യൂണിറ്റ് മാട്രിക്സ് ആണ് തന്നേക്കുന്നത് 1 0 0 1, then find a raised to 4. a എന്ന് പറയുന്നത് യൂണിറ്റ് മാട്രിക്സ് 1 0 0 1. അങ്ങനെയാണെങ്കിൽ a raised to 4 ആണ് ചോദിച്ചേക്കുന്നത്. a raised to 4. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്കിവിടെ a സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. അതായത് 1 0 0 1 ഇൻറ്റു 1 0 0 1 അല്ലേ. ഇതൊന്ന് മൾട്ടിപ്ലൈ നോക്കാം. 1 × 1 പ്ലസ് 0 × 0,
അപ്പോൾ ഇവിടെ 1 ആണ് വരുന്നത്. 1 into 0 plus 0 into 1 0 ആണ്. 0 into 1 plus 1 into 0 0 into 0 0 plus 1 into 1 1. അതായത് എ സ്ക്വയർ കണ്ടപ്പോൾ നമുക്ക് ഇതാ കിട്ടിയത് അല്ലേ. അപ്പൊ നോക്കിയേ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ആണല്ലോ എ റൈസ് ടു 4. അപ്പൊ ഇവിടെ നോക്കിയേ 1001 ഇൻറ്റു 1001. ഇത് മൾട്ടിപ്ലൈ ചെയ്തതേപോലെ തന്നെയല്ലേ 1001 എന്ന മാട്രിക്സ് ആണ് കിട്ടുക. അതായത് എ റൈസ് ടു 4ഉം ഇതേ മാട്രിക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് if capital A equal to 3x minus 1 പിന്നെ 2x plus 3x plus 2 is a symmetric matrix, then find the value of x. സിമെട്രിക് മാട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന മാട്രിക്സിന്റെ മറ്റേ എക്സ് എന്ന വാല്യൂ കാൽക്കുലേഷൻ നടത്തണം കേട്ടോ. അപ്പൊ ഇവിടെ സിമെട്രിക് മാട്രിക്സിന്റെ പ്രത്യേകത എന്താ? എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ് അല്ലെ. എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അപ്പൊ ഇവിടെ നോക്കി 3x minus 1 2x plus 3x plus 2 ആണത്. ഇത് ഈക്വൽ ടു ഇതിന്റെ ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതാം? 3x minus 1 2x plus 3x plus 2 ഉണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത് കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇതും സെയിം ആണല്ലോ. 2x plus 3 equal to x minus 1. ഇനി 3 ഇങ്ങോട്ടും x ഇങ്ങോട്ടും കൊണ്ടുവരുന്നു. 2x minus x equal to minus 1 minus 3. അപ്പോൾ ഇവിടെ നോക്കിയേ x equal to minus 4. അപ്പൊ x ന്റെ വാല്യൂ -4 എന്ന് പറയാനായിട്ട് സാധിക്കും. അത് ആ സിമെട്രിക് മാട്രിക്സിന്റെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇവിടെ if p equal to 0 to 0 0 then find p raised to 20. p raised to 20 കാണണം അല്ലേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പി സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെ പി സ്ക്വയർ കാണാം? 0 to 0 0 into 0 to 0 0 അല്ലേ. ഇത് നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 0 into 0 plus 2 into 0 അത് 0 ആണ്. 0 into 2 plus 2 into 0 അതും 0 ആണ്. പിന്നെ ഇവിടെയും 0 ആണ്, ഇവിടെയും 0. അപ്പൊ നോക്കി പി സ്ക്വയർ എന്ന മാട്രിക്സ് തന്നെ നമുക്ക് എന്ത് കിട്ടി? 0 മാട്രിക്സ് കിട്ടി. ഇനിയിപ്പോ എത്ര പവർ കണ്ടാലും തന്നെ കിട്ടാൻ പോണത്. പി ക്യൂബ് കണ്ടാലും പി റൈസ് ടു 4 കണ്ടാലും എല്ലാം തന്നെയാണ് കിട്ടാൻ പോണത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി റൈസ് ടു 20യും ഇത് തന്നെയായിരിക്കും. കണ്ടോ? മുഴുവൻ കാണുന്ന കാര്യമില്ലേ. കാരണം ഇപ്പൊ തന്നെ നമുക്ക് 0 മാട്രിക്സ് കിട്ടി അല്ലേ. ഇനി നമ്മൾ നോക്കിയേ വീണ്ടും പി ക്യൂബ് കാണുമ്പോൾ ഇതേ ഇൻറ്റു എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതുക. അപ്പൊ വീണ്ടും 0 മാട്രിക്സ്. അപ്പൊ ഇനി എത്ര പവർ കണ്ടാലും അതൊക്കെ കിട്ടുന്നത് 0 മാട്രിക്സ് തന്നെയായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിയോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. if a equal to 1 3 അതുപോലെ തന്നെ -2 4 then show that a square minus 5a plus 10i equal to 0 and hence find a inverse. ആദ്യം നമുക്ക് ഈ മാട്രിക്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിക്കണം. അങ്ങനെ കാണിച്ചതിന് ശേഷം അതിൽ നിന്നും എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് ആ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇത് എങ്ങനെ കാണുക? എ സ്ക്വയർ കാണുക, 5a കാണുക, അതുപോലെ തന്നെ 10i കാണുക. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 കിട്ടും എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എ സ്ക്വയർ കാണുന്നു. എ സ്ക്വയർ എങ്ങനെ കാണാന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. എ സ്ക്വയർ ഈക്വൽ ടു 1 3 -2 4 into 1 3 -2 4
ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 into 1 plus 3 into minus 2. അപ്പോൾ 1 minus 6 ആണ് -5. 1 into 3 plus 3 into 4. 12 plus 3. അപ്പോൾ 15 ആണ്. ഇനി -2 minus 8 minus 10 minus 6 plus 16 minus 6 plus 16 എന്ന് പറഞ്ഞാൽ 10 ആണ്. ഉണ്ടോ? അപ്പോൾ a സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് 5a ആണ് അല്ലേ? 5a എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -10 20 ആണ്. ഇനി 10i എങ്ങനെ കാണാം? 10i equal to 10 0 0 10. അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളുമായി കഴിഞ്ഞു അല്ലേ? ഇനി ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. therefore a square minus 5a plus 10i that is equal to what? ഇവിടെ -5 15 minus 10 10 ഇതാണ് വരുന്നത്. അടുത്ത നോക്കിയേ -5 15 minus 10 20. ഇനി എന്താ? പ്ലസ് 10 0 0 10. ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ -5 minus 10 plus 10 0 ആണ്. ഇനി 15 minus 15 plus 0 അതും 0. -10 plus 10 plus 0 അത് 0. 10 minus 20 plus 10 അതും 0 ആണ്. ഉണ്ടോ? അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് എങ്ങനെ a ഇൻവേഴ്സ് കാണാം എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഈ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് എടുത്തെഴുതാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് a ഇൻവേഴ്സ് കാണണം. അപ്പൊ അതിനെന്താ ചെയ്യണം വെച്ചാൽ ത്രൂ ഔട്ട് a ഇൻവേഴ്സ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ബൈ a ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a സ്ക്വയർ ഇൻറ്റു a ഇൻവേഴ്സ് minus 5a into a inverse plus 10i into a inverse equal to ഇവിടെ 0 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ. ഇതിൽ നോക്കൂ, ഇവിടുത്തെ ഒരു എയും a ഇൻവേഴ്സും നമ്മളൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. a into a inverse ഉണ്ടോ? ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ -5 into a inverse plus 10 into I into a inverse equal to 0. ഇതിൽ നോക്കൂ, ഇത് i ആണ്, കാരണം ഒരു മാട്രിക്സും അതിന്റെ ഇൻവേഴ്സും. അപ്പോൾ a into I, ഇതും i ആണ്, 5 into I. പിന്നെ ഇവിടെ എന്താ വരുന്നത്? I into a inverse എന്ന് പറഞ്ഞാല് plus 10 into a inverse equal to 0. ഇനി a into I എന്ന് പറഞ്ഞാൽ a തന്നെയാണ്. a minus 5i plus 10a inverse equal to 0. ഇതിലെ a ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. അപ്പൊ ബാക്കിയുള്ള ടേംസ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നോക്കിയേ 10a ഇൻവേഴ്സ് ഈക്വൽ ടു 5i minus a. 10a ഇൻവേഴ്സ്. ഇനി അതിൽ നിന്നും a ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇതിനെ 10 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ മതി. അപ്പൊ നോക്കിയേ that is equal to a inverse equal to 1/10 into 5i minus a. 5y minus a. അപ്പോൾ 5y minus a കണ്ട് അതിനെ 10 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ a ഇൻവേഴ്സ് കിട്ടും. എന്താണ് 5i എന്ന് പറയുന്നത് നോക്കാം. അത് 5005 ആണ്. എന്താണ് a? 13 minus 24 ആണ്. കേട്ടോ? ഇത് സിംപ്ലിഫൈ ചെയ്ത് 10 കൊണ്ട് ഡിവിഷൻ നടത്താണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഡിവിഷൻ നടത്തുമ്പോൾ ആദ്യം മൈനസ് ചെയ്ത് നോക്കാം. that is equal to 1/10 into 5 minus 1 4, 0 minus 3 minus 3, 0 minus minus 2 2, 5 minus 4 1. ഉണ്ടോ? ഇതാണ് എയുടെ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. എയുടെ ഇൻവേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും.